ആരാധനാലയങ്ങൾ സ്വർണം പൊതിഞ്ഞ് കാണികളെ വിസ്മയഭരിതമാക്കുന്നത് ലോകമെമ്പാടുമുള്ള രീതിയാണ്. സ്വർണം പൂശിയ എണ്ണമറ്റ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും സുവർണക്ഷേത്രം ഒന്നേയുള്ളൂ. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതു മതക്കാരെയും ഏതുതരം വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്ന ക്ഷേത്രം. ഇൻഡോ ഇസ്ലാമിക്, മുഗൾ, ഹിന്ദു, രജപുത് വാസ്തുകല സമഞ്ജസമായി സമ്മേളിക്കുന്ന ഗുരുസ്ഥാനം. സ്വർഗീയ രാജസദസ്സായ ദർബാർ സാഹിബ് എന്നും ഹർമന്ദിർ സാഹിബ് അഥവാ ദൈവത്തിൻ്റെ ആലയമെന്നും അറിയപ്പെടുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം ലോകത്തെ സിഖ് മതാനുയായികളുടെ ആത്മീയ കേന്ദ്രമാണ്. ഇളങ്കാറ്റുപോലും ഇളക്കാൻ മടിച്ചു നിൽക്കുന്ന കണ്ണാടി തെളിവെള്ളത്തിൽ പൊന്നുരുക്കി പ്രതിബിംബിച്ചു നിൽക്കുന്ന സുവർണക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. സിഖ് വിശ്വാസത്തിൻ്റെ ആരൂഢം. ചുറ്റും വിശാലമായ തടാകം, സരോവരം. സരോവരത്തിനതിരിട്ട് പ്രദക്ഷിണ വഴി. അതിനെ വലയം ചെയ്ത് വിവിധ നിർമ്മിതികൾ. ഘടികാരസ്തൂപം, കാഴ്ചബംഗ്ലാവ്, ഗുരുദ്വാര കമ്മിറ്റി കാര്യാലയങ്ങൾ, ലങ്കാർ എന്ന സൗജന്യ ഊട്ടുപുര എന്നിങ്ങനെ. ദേശവിദേശങ്ങളിൽ നിന്ന് വിശ്വാസ വിവേചനമില്ലാതെ 1,00,000-ലധികം ആളുകൾ ഓരോ ദിവസവും സുവർണക്ഷേത്രം സന്ദർശിക്കുന്നു. മനുഷ്യനിർമ്മിതമായ സരോവരത്തിന് ചുറ്റുമായാണ് ഗുരുദ്വാര സമുച്ചയം. 4ാമത് സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് 1577 തടാകത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. 5ാമത് ഗുരുവായ ഗുരു അർജാൻ 1589 ഗുരുദ്വാരയുടെ ശിലാസ്ഥാപനം നടത്തി. സിഖ് വിശ്വാസത്തിൻ്റെ ബഹുസ്വരതയുടെ പ്രതീകമെന്ന നിലയിൽ ഗുരു അർജാൻ ലാഹോറിൽ നിന്ന് മുസ്ലിം ആത്മീയാചാര്യനായ മിർ മിയാൻ മുഹമ്മദിനെ ക്ഷണിച്ചു വരുത്തിയാണ് തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. 4 കവാടങ്ങളുണ്ട് സുവർണക്ഷേത്രത്തിന്. നാനാജാതി മതസ്ഥർക്കായി ഗുരുദ്വാരയുടെ കവാടങ്ങൾ തുറന്നുകൊടുത്തിരിക്കുന്നു എന്ന സങ്കല്പമാണ് ഗുരു അർജാനുണ്ടായിരുന്നത്. ഗുരുസ്ഥാനമായ ശ്രീകോവിലേക്ക് ഒരു പാലം കടന്നു വേണം എത്താൻ. 4 പാടുമുള്ള കവാടം കടന്നെത്തുന്നവർക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1604 ഗുരു അർജാൻ സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രതി ഹർമന്ദിർ സാഹിബിൽ സ്ഥാപിച്ചു. മുഗൾ ഭരണാധികാരികളിൽ നിന്നും അഫ്ഗാൻ അധിനിവേശകരിൽ നിന്നും നിരവധി തവണ ഗുരുദ്വാര ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പോഴെല്ലാം പുനർനവീകരിക്കപ്പെട്ട ഗുരുദ്വാര സിഖ് സാമ്രാജ്യ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗ് 1809 മാർബിളും ചെമ്പും ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു. 1930 ഗുരുദ്വാരയിലെ ഗർഭഗൃഹം സ്വർണം പൂശി. അന്നു മുതലാണ് സുവർണക്ഷേത്രം എന്ന് ഇതറിയപ്പെട്ടു തുടങ്ങിയത്. 1883 മുതൽ 1920 വരെ പഞ്ചാബി സഭാ പ്രസ്ഥാനത്തിൻ്റെയും 1947 മുതൽ 1966 വരെ പഞ്ചാബി ശുഭപ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്രമായി മാറി സുവർണക്ഷേത്രം. 1980കളിൽ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായി മാറിയ സുവർണക്ഷേത്രം 1984 നടന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന സൈനിക നടപടിയിലൂടെ ഭാരത സർക്കാർ ഖാലിസ്ഥാൻ അനുഭാവികളിൽ നിന്ന് വിമോചിപ്പിച്ചു. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കേടുപറ്റിയ അകാൽ തക്തും അനുബന്ധ കെട്ടിട സമുച്ചയവും പിന്നീട് പുനർനിർമ്മിച്ചു. സിഖ് ഗുരുപരമ്പരയുടെ തിരുവെഴുത്ത് ഉൾക്കൊള്ളുന്ന ഗുരു ഗ്രന്ഥ സാഹിബ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തടാകമധ്യത്തിലുള്ള ശ്രീകോവിലാണ്. മനോഹരമായ വെണ്ണക്കല്ലിൽ തീർത്ത തറക്കെട്ടിന് മുകളിൽ സ്വർണം പൂശിയ ഇരുനിലയിലുള്ള ശ്രീകോവിൽ. ഇവിടേക്കെത്താൻ സരോവരത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ നിന്ന് ദർശനി ദിയോർഹി എന്ന നടപ്പാലവുമുണ്ട്. തറയിൽ നിന്ന് ഉയർന്ന വിതാനത്തിൽ മനോഹരമായി അലങ്കരിച്ച ചെറുപന്തലിന് കീഴിൽ ഗുരു ഗ്രന്ഥ സാഹിബ് ദിവസവും 20 മണിക്കൂർ ദർശനത്തിന് വയ്ക്കുന്നു. പിന്നീട് വിപുലമായ ചടങ്ങുകളോടെ സുഖാസനത്തിനായി ശയ്യാഗ്രഹത്തിലേക്ക് മാറ്റുന്നു. ശ്രീകോവിലിൻ്റെ മുകൾ നില ചിത്രപ്പണികളോടുകൂടിയ സ്വർണം പൊതിഞ്ഞ രത്നഖചിതമായ ചിത്രമണ്ഡപമാണ്. സുവർണക്ഷേത്രത്തിലെ സരോവരത്തിലെ തീർത്ഥത്തിൽ മുങ്ങി നിവർന്നാൽ
കർമ്മദോഷങ്ങൾ വിമലീകരിക്കപ്പെടുമെന്ന് സിഖുകാർ വിശ്വസിക്കുന്നു. സിഖ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായ അകാൽ തഖ്ത് ശ്രീകോവിലിന് അഭിമുഖമായാണ്. അകാൽ തഖ്ത് എന്നാൽ കാലാതീതൻ്റെ സിംഹാസനമാണ്. ഇവിടെ നിന്നാണ് സിഖ് ശാസനകൾ പുറപ്പെടുവിക്കുന്നത്. തേജോ സിംഗ് സമുദ്രി ഹാൾ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി കാര്യാലയമാണ്. ഹർമന്ദിർ സാഹിബ് സമുച്ചയത്തിൻ്റെ കിഴക്കുഭാഗത്ത് ലങ്കാർ എന്ന സമൂഹ അടുക്കളയുണ്ട്. എല്ലാവരും സമഭാവനയോടെ തറയിൽ പങ്കത്ത് എന്നറിയപ്പെടുന്ന നിരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സമൂഹ അടുക്കള എന്നറിയപ്പെടുന്ന സുവർണക്ഷേത്രത്തിലെ ലങ്കാറിൽ ഒരു ദിവസം 50,000 മുതൽ 60,000 ആളുകൾക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നു. വിശേഷ ദിവസങ്ങളിൽ 100,000 പേർക്ക് ഭക്ഷണം വിളമ്പാറുണ്ട്. ഇവിടെ സന്നദ്ധ പ്രവർത്തകർ കർസേവയിലൂടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും പാത്രം കഴുകുന്നതും എല്ലാം. കർസേവകരാണ് ക്ഷേത്രവും സരോവരവും ശുചിയായും വൃത്തിയായും സൂക്ഷിക്കുന്നത്. ദേശവിദേശങ്ങളിൽ നിന്ന് സിഖ് ജനത വലുപ്പച്ചെറുപ്പമില്ലാതെ ഇവിടെ കർസേവയ്ക്കെത്തുന്നു. അത് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴിയായി അവർ കരുതുന്നു. വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമഭാവനയുടെയും പ്രതീകമാണ് സുവർണക്ഷേത്രം. അധിനിവേശങ്ങളെയും ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച് കാലാതിവർത്തിയായി സുവർണക്ഷേത്രം നിലകൊള്ളുന്നത് ഈ വിശ്വാസത്തിൻ്റെയും സമൂഹമെന്ന നിലയിൽ സിഖുകാർ പുലർത്തിപ്പോരുന്ന ഐക്യത്തിൻ്റെയും പിൻബലത്താലാണ്.